വയനാട് ദുരന്ത ഭൂമിയിലെ തിരച്ചിൽ ഉടൻ അവസാനിപ്പിക്കില്ലെന്ന് പോലീസ്. ഇന്നത്തെ തിരച്ചിൽ നിർണായകമാണെന്ന് ഉത്തരമേഖല IG കെ സേതുരാമൻ 24നോട് പറഞ്ഞു. സൂചിപ്പാറ മുതൽ നമുക്ക് ഈ സൺറൈസ് വാലി വരെ നമുക്ക് നന്നായിട്ട് സെർച്ച് നടത്തിയിട്ടുണ്ട്, അപ്പുറത്തുമായിട്ട്. പിന്നെ അതുകൂടാതെ സൺറൈസ് വാലി മുണ്ടേരി ഫാം വരെ നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ആനക്കാലം കൂടുതലായിട്ട് നമുക്ക്, കാരണം ഇൻറ്റൻസീവ് ഫാം ഇതായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സെർച്ച് ഫലപ്രദമാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പുതിയൊരു സ്പെഷ്യലൈസ്ഡ് ടീമായിട്ടാണ് നമ്മൾ അയക്കുന്നത്. ഇല്ല, അത് നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ അത് ആർമി എടുത്തു മറ്റോടൊക്കെ ചോദിച്ചിട്ട് NDRF ആർമി ഉണ്ട്, സെർച്ച് പ്രധാനപ്പെട്ട ടീമുകളെ ഇവർക്ക് ചോദിച്ചിട്ട് അവരുടെ ഫീഡ്ബാക്ക് പരിശോധിച്ചിട്ട്, ഉദാഹരണത്തിന് അസസ്മെൻറ്റ്, ജനങ്ങളുടെ ഒരു അഭിപ്രായം കൂടി നേരിട്ട് അറിയണം. മിനിസ്റ്റർമാരുടെ അവരൊക്കെ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. കാണാതായവർക്കായുള്ള തിരച്ചിൽ സമഗ്രമാണോ എന്ന് മന്ത്രിമാർ നേരിട്ട് പരിശോധിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ വയനാട് ദുരന്തമാകും പ്രധാന അജണ്ടയെന്നും മന്ത്രി വ്യക്തമാക്കി. പരിശോധനകൾ പൂർണ്ണമായി നടത്തിയെന്നും അവിടെ മറ്റൊരു പരിശോധന ഇനി ആവശ്യമില്ലെന്നുമുള്ള നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിലുള്ള സമ്പൂർണ്ണതയാണ് ആവശ്യം, സമഗ്രതയാണ് ആവശ്യം. ചില ഹോട്ട്സ്പോട്ടുകളുണ്ട്. ആ ഹോട്ട്സ്പോട്ടുകളിൽ എന്ത് ചെയ്യണം എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗങ്ങൾ ഇന്ന് ആ ഹോട്ട്സ്പോട്ടുകൾ സന്ദർശിക്കുകയാണ്. അവിടുത്തെ അന്വേഷണം ഏത് തരത്തിലുള്ളതായിരിക്കണം, അപ്പോൾ നമ്മൾ ഓരോ മേഖലയിലുമുള്ള അന്വേഷണം ഏത് തരത്തിലായിരിക്കണം എന്ന ഒരു ധാരണ ഇന്നെത്തിച്ചേരണം. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, കഴിഞ്ഞ ദിവസം തന്നെ സർക്കാർ വ്യക്തമാക്കിയത് സേനയാകും ഈ കാര്യങ്ങളിൽ തെരച്ചിൽ എപ്പോൾ വരെ തുടരണം എന്നതിലൊക്കെ തീരുമാനമെടുക്കുക എന്നതാണ്. ഇപ്പോൾ പ്രദേശവാസികളുടെ ഒരു അഭിപ്രായം കൂടി ഇക്കാര്യത്തിലൊക്കെ പരിഗണിക്കുമെന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? വിശദാംശങ്ങൾ. അനുജ, ഇതിൽ സാധ്യമായതെല്ലാം ചെയ്തതിന് ശേഷം മാത്രം തെരച്ചിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ ഓരോ സ്ഥലത്തും, അതായത് ഹൈ റിസ്ക് ഏരിയയിലെ തെരച്ചിലിൽ നേരിട്ട് അവർ പരിശോധിക്കുകയാണ്. അതായത് തെരച്ചിലിൻ്റെ അവസാന ഘട്ടമായോ എന്ന് പരിശോധിക്കുന്നു. മാത്രവുമല്ല, പോലീസിൻ്റെയും, അതായത് ഏകോപന ചുമതലയുള്ള ADGP MR അജിത് കുമാർ, അതുപോലെ ഇൻസിഡന്റ് കമാൻഡർ IG സേതുരാമൻ, ഇവരെല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് എല്ലാ സാധ്യമായ തെരച്ചിലുകളുടെയും അവസാനവട്ട പരിശോധന കൂടി ഉറപ്പാക്കുകയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരച്ചിൽ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത് എയർഫോഴ്സിൻ്റെ ALH ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. പക്ഷേ എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ ഹെലികോപ്റ്റർ ഇപ്പോഴും ഇറങ്ങാൻ സാധിച്ചില്ല. ഈ ഘട്ടത്തിൽ ADGP MR അജിത് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, ഈ ഒരു റിസ്കി ടാസ്ക് ബട്ട് ഇൻ പെൻഡിങ്. ഇത് പെൻഡിങ് അല്ല. ഞാൻ നേരത്തെ പലരോടും പറഞ്ഞ പോലെ ഈ വയനാട് എന്ന് പറയുന്ന ഒരു എലിവേറ്റഡ് പ്ലേറ്റോയാണ്. ഒരുപാട് ഹിൽസ് ഉണ്ട്, ഒരു ബൗൾ പോലെയാണ്. അതിനകത്തെല്ലാം എന്നിട്ട് ക്ലൗഡ് വന്ന് കവർ ചെയ്ത് നിൽക്കുകയാണ്. മോളിൽ നിന്ന് വരുന്ന ഹെലികോപ്റ്ററിന് വിഷൻ കിട്ടുന്നില്ല. ഇവിടെ കാണുന്ന പോലെ അല്ല, നമുക്ക് താഴെ മോളിൽ നിന്ന് നോക്കുമ്പോൾ വിഷൻ ഇല്ല. വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. ആ വിഷൻ ക്ലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ അവരവിടുന്ന് ലിഫ്റ്റ് ചെയ്യും. ഇതുവരെയായിട്ടും വിഷൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ദേ ട്രൈ. അവിടെ ക്ലൈമറ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെയും നമ്മൾ നോക്കണം. അതാണ് സാധാരണ ഒരു ഉച്ചയോടുകൂടിയാണ് ഒരു വിഷൻ ക്ലിയർ ആവുന്ന, ക്ലൗഡ് മാറുന്നത്. സാധാരണ ALH ആകുമ്പോൾ കുറച്ചുകൂടി റിസ്കി ഓപ്പറേഷന് പറ്റിയ ഒരു ഹെലികോപ്റ്റർ കൂടിയാണ്. റിസ്കി ഓപ്പറേഷൻ ഫിറ്റാണ്, പക്ഷേ വിഷൻ ഇല്ല. വിഷൻ ഇല്ലാത്തതുകൊണ്ട് ടോട്ടലി ക്ലൗഡഡ് ആണ്. അതിനാണ് നോക്കുന്നത്. ഇനിയിപ്പം ഈ ഓപ്പറേഷൻ എപ്പോൾ അവസാനിപ്പിക്കണമെന്നുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് പോലീസ്, താങ്കളാണ് ഈ സേനയുടെ സംയോജന ചുമതല, ഒപ്പം തന്നെ ഇൻസിഡന്റ് കമാൻഡർ സേതുരാമനുണ്ട്, നിങ്ങൾ തമ്മിലൊരു ധാരണയായിരുന്നു? അല്ല, ഇപ്പം ഞങ്ങളും ആർമിയും ഒക്കെ ആയിട്ട് ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ ഡിസ്കഷനിൽ ഞങ്ങളെടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനാണ്. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിനകത്ത് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരു ജോയിൻറ്റ് കമ്മിറ്റിയാണ്. ആ ജോയിൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി ആയിരിക്കും. ഇപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ റവന്യൂവിൻ്റെ ഭാഗത്തൊരു ഉദ്യോഗസ്ഥൻ, LSGയുടെ ഭാഗത്തുനിന്നൊരു ഉദ്യോഗസ്ഥൻ, ഫയർഫോഴ്സിൻ്റെ ഭാഗത്തൊരു ഉദ്യോഗസ്ഥൻ, ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥൻ, ലോക്കൽ പോലീസ് ഓഫീസർ, വേണമെങ്കിൽ ആർമിയുടെ NDRF മെമ്പർ. ഇത് കൂടാതെ അവിടെ അതാത് ഏരിയയിലുള്ള ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള പബ്ലിക് ആരാണ് അവിടെ ഉള്ള അവരുടെ റെപ്രസെൻറ്റേറ്റീവ്, പറ്റുമെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി റെപ്രസെൻ്റ് ആണെങ്കിൽ അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് ഒരു 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 മാട്രിക്സ് ഉണ്ടാക്കി എന്തൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം ആ കമ്മിറ്റി അവിടെ പോയി പരിശോധിച്ചിട്ട് ഓരോന്ന് ചെക്ക് ചെയ്ത് നിലവിലുള്ള അവസ്ഥയിൽ സ്റ്റോപ്പ് ചെയ്യാൻ, നിലവിലുള്ള അവസ്ഥയിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിലവിൽ അത് ക്ലിയർ ചെയ്ത് വരിക വിത്ത് എൻ ഓപ്പണിംഗ് ഫോർ ഫ്യൂച്ചർ. സബ്സിക്വൻ്റ്ലി വെതർ ഇമ്പ്രൂവ് ചെയ്യും, ക്ലൈമറ്റ് ഡ്രൈ ആവുകയും ചെയ്യുമ്പം വീണ്ടും ഫർദർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം നമ്മുടെ അവൈലബിൾ ആയിട്ട് റിസോഴ്സ് വെച്ചിട്ടോ നമ്മുടെ ട്രെയിൻഡ് ആയിട്ടുള്ള SOG ഉണ്ട്, നമ്മുടെ ഫയർഫോഴ്സ് ഹൈലി എക്യുപ്ഡ് ആണ്, NDRF ഓൾറെഡി തന്നെ ഇവിടെ ഫുൾ ക്യാമ്പ് ചെയ്യാണ്. അപ്പോഴും നമ്മുടെ ഫോഴ്സസ് ഉണ്ട്. ആർമി കുറച്ച് മാറിയാലും കേരള പോലീസിൻ്റെ SOG ഉണ്ട്, NDRF ഇവിടെ ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. ഇത് മൂന്ന് തന്നെ ഫോറസ്റ്റ് ഉണ്ട്. ഈ 4 പേരും തന്നെ ഹൈലി കോമ്പറ്റൻ്റ് ആണ് ചെയ്യാനായിട്ട്. ഇത് സബ്സിക്വൻ്റ്ലി വന്നാലും
അപ്പോൾ ആ ഏരിയയിൽ ഇവരെല്ലാം വെൽ വേഴ്സ്ഡ് ആണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ക്ലൈമറ്റ് ഇമ്പ്രൂവ്മെന്റ് അനുസരിച്ച് മറ്റേ ഏരിയ പരിശോധിക്കണം. പ്ലസ് ഈ നമ്പർ ടാലി ചെയ്യണം. ഇപ്പോൾ മിസ്സിംഗ് ആൾക്കാരെ നമ്പറും കൂടെ ടാലി ചെയ്ത് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളി ലോക്കലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, അവിടെ താമസം അല്ലാത്ത ആൾക്കാർ, അവരുടെയൊക്കെ തന്നെ ടാലി ചെയ്ത് ആ വർക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് കളക്ടർ നടക്കുന്നുണ്ട്. അത് സാംബശിവ റാവുവാണ് ചെയ്യുന്നത്, അദ്ദേഹം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതും കൂടെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഇതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ എത്താൻ പറ്റും. നമ്മൾ നിർത്തുക എന്ന് പറയുന്നില്ല, അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ എത്താൻ പറ്റും. താങ്ക് യു. ഇതിൽ അനുജ വളരെ കൃത്യമായി പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ, അതായത് പെട്ടെന്ന് തെരച്ചിൽ നിർത്തുകയായിരിക്കില്ല, ആദ്യം ആർമി മാറും. മാത്രവുമല്ല, ഇന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാർ തന്നെ തിരച്ചിൽ കേന്ദ്രങ്ങളിൽ ഏറ്റവും അവസാനം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രി മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ADGPയോടും ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ നാളത്തെ ക്യാബിനറ്റിൽ ഈ വിഷയം പരിഗണിക്കുക. അപ്പോൾ ക്യാബിനറ്റ് തീരുമാനത്തോടു കൂടി ആയിരിക്കും ഇനി വയനാട്ടിലെ തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാണ് മനസ്സിലാവുന്നത്. അനുജ, വേണു.